എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവേണൻസിനെ പറ്റിയാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റായ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ, എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ, ആപ്ലിക്കേഷൻസ് ഓഫ് ICT എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ സിസ്റ്റംസ്, പിന്നെ കൺക്ലൂഷൻ, റെഫറൻസസ്. ഇത്രയുമാണ് ഇതിലുള്ളത്. ഒബ്ജക്റ്റീവ്സ് നോക്കാം. ആഫ്റ്റർ ഗോയിങ് ത്രൂ ദിസ് യൂണിറ്റ് you will be able to describe the phases of emergence of information and communication technologies. ഇതിൽ കൂടെ ഇതും മുഴുവൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എമർജ് ചെയ്ത ഓരോ ഫേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അത് മാത്രമല്ല ICTയുടെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൈലൈറ്റ് ദ ഇൻഫർമേഷൻ സിസ്റ്റം എലോങ് വിത്ത് ദർ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് റോൾസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Webopedia defines information as a word which has many different meanings in everyday usage and in specialized context, but as a rule, it is a concept that is closely related to data, instruction, knowledge, meaning, communication, representation, and mental stimulus. Information is knowledge derived from data or data placed with a context. ഇൻഫർമേഷൻ ഒരു നോളജ് ആണ്. അതേപോലെ തന്നെ ഡേറ്റ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഈസ് എ മെസ്സേജ്, സംതിങ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. എന്ന് വെച്ചാൽ ഒരു സെൻഡറിൽ നിന്ന് സെൻഡ് ചെയ്ത ഒരാളിൽ നിന്ന് റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ in an organization is the collection of expertise, experience, and database that individuals and work groups use for discharging their responsibilities. It is produced and stored by individual minds or implicitly encoded and documented in the organizational processes, services, and system. ഇത് ഇൻഡിവിജ്വൽ മൈൻഡ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്ലി ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷണൽ പ്രോസസ് അല്ലെങ്കിൽ സർവീസസ് സിസ്റ്റത്തിലായിരിക്കും. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഇതെന്തിന് ഹെൽപ്പ് ചെയ്യും? ബെറ്റർ പ്ലാനിങ്ങിനും കൺട്രോളിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തുവാ? ഷന്നോൺ ആൻഡ് ബെറ്റർ പ്ലാനിങ്ങിനും കൺട്രോളിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷന്നോൺ ആൻഡ് വീവർ ഡിഫൈൻ ഇൻഫർമേഷൻ ആസ് ദ എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് വെൻ എ മെസ്സേജ് ഈസ് റിസീവ്ഡ്. അപ്പം ഷാനോണും വീവറും ഇൻഫർമേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ആസ് ദ ഇൻഫർമേഷൻ ആസ് ദ എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് വെൻ എ മെസ്സേജ് ഈസ് റിസീവ്ഡ്. ഇപ്പോൾ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ്റെ ഒരു എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി എന്നാണ്. ദാറ്റ് ഇറ്റ് റെഡ്യൂസ്ഡ് വെൻ എ മെസ്സേജ് ഈസ് റിസീവ്ഡ്. Communication on the other hand. Communication, on the other hand, is the process of information, usually via a common system of symbol. അപ്പം എന്താ, വേറൊരു തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ. എന്തുവാ? ഇൻഫർമേഷൻ പ്രോസസ്സാണ്. യൂഷ്വലി വി എ കോമൺ സിസ്റ്റം ഓഫ് സിമ്പൽ.
എങ്ങനെയാണ് യൂഷ്വലി നമ്മൾ അത് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്? സിസ്റ്റമോ സിമ്പിൾസ് ഉപയോഗിച്ചാണ്. സിസ്റ്റമും സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇന്ററാക്റ്റീവ്, ട്രാൻസാക്റ്റീവ്, ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. ഇറ്റ് ക്യാൻ ആൾസോ ബി വെർബൽ ഓർ നോൺ വെർബൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താകാം? ഇന്ററാക്റ്റീവ് ആണ്, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്, ട്രാൻസാക്റ്റീവ് ആണ്, പിന്നെന്താ ഇന്റൻഷണൽ ആണ്, അല്ലെങ്കിൽ അൺഇന്റൻഷണൽ ആണ്. പിന്നെ ഇതെന്താ വെർബലും ആകാം നോൺ വെർബലും ആകാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇന്ററാക്റ്റീവ്, ട്രാൻസാക്റ്റീവ്, ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. ഇറ്റ് ക്യാൻ ആൾസോ ബി വെർബൽ ഓർ നോൺ വെർബൽ. Information and Communications Technology (ICT) is then about use of technology in information processing and communication. In particular, it deals with the use of electronic computers and computer software to convert, store, protect, process, transmit, and retrieve information. In particular, it deals with ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. പർട്ടിക്കുലർ സമയത്ത് ഇത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് എന്തിന് കൺവേർട്ട് ചെയ്യാനും, സ്റ്റോർ ചെയ്യാനും, പ്രൊട്ടക്റ്റ് ചെയ്യാനും, പ്രോസസ്സ് ചെയ്യാനും, ട്രാൻസ്മിറ്റ് ചെയ്യാനും, റിട്രൈവ് ചെയ്യാനും ഒക്കെ ഇതെന്ത് ഇത് കൺവേർട്ട് ചെയ്യാനും, സ്റ്റോർ ചെയ്യാനും, പ്രൊട്ടക്റ്റ് ചെയ്യാനും, പ്രോസസ്സ് ചെയ്യാനും, ട്രാൻസ്മിറ്റ് ചെയ്യാനും, റിട്രൈവ് ചെയ്യാനും ഒക്കെ എന്ത് ഇൻഫർമേഷനെ റിട്രൈവ് ചെയ്യാനും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നു? ഇലക്ട്രോണിക് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നു. ICT may be discussed in terms of all the uses of digital technology that already exist to help individual, business and organization use information. അപ്പം എന്താ ICT ഇൻഡിവിജ്വൽസിനെ മാത്രമല്ല ബിസിനസ്സിനെ, ഓർഗനൈസേഷൻ എല്ലാത്തിനെയും ഒരേപോലെ യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഡിജിറ്റൽ ടെക്നോളജിയാണ്. ICT covers any product that will store, retrieve, manipulate, transmit or receive information electronically in a digital form. For example, personal computers, radio, ham, telephone, broadband, digital television, email, robots, etc. are the equipment which can be classified as ICT. നമുക്കെന്താ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ICT ആയിട്ട് നമുക്ക് എന്താ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുകയാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ, റേഡിയോ, ഹം, ടെലഫോൺ, പിന്നെന്താ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ ടെലിവിഷൻ, ഇമെയിൽ, റോബോട്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റും ICTയുടെ അണ്ടറിൽ വരുന്നതാണ്. Importantly, it is also concerned with the way these different users can work together with each other. എന്താ in this unit we will discussing about ICT application and information system. കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, ഇനി എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എമർജൻസ് എങ്ങനെയാണെന്ന് നോക്കാം. Recognizing the increasing importance of electronics, the Government of India established the Department of Electronics in 1917. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ 1970. എന്തിന്റെ? ഇലക്ട്രോണിക്സിന്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1970 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. The subsequent establishment of the National Informatics Center (NIC) in 1977 was the first major step towards e-governance in India, as it brought information and its
and its communication in focus. ഇവിടെ പറയുന്നത് എന്തുവാ? The subsequent establishment of നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്ന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ 1977 was the first major step towards e-governance. ഇ-ഗവേണൻസിലേക്കുള്ള ഫസ്റ്റ് മേജർ സ്റ്റെപ്പ് ആയിരുന്നു 1977 ഇന്ത്യ ഫോണ്ട് ചെയ്ത നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. In the early 1980s, use of computers was confined to very few organizations. 1980-കളിലൊക്കെ കമ്പ്യൂട്ടറിന്റെ യൂസ് എന്താ വളരെ കുറവായിരുന്നു. The advent of personal computers brought the storage, retrieval, and processing capacities of computers to government offices. By the late 1980s, a large number of government offices had computers, but they were mostly used for word processing. 1980-ലൊക്കെ ആയപ്പോൾ മിക്കവാറുമുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസിലും എന്താ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ലാർജ്. പക്ഷെ അത് എന്തിനു വേണ്ടി മാത്രമാണ്? വേർഡ് പ്രോസസ്സിങ് മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. Gradually, with the introduction of better software, computers were put to other uses like managing databases and processing information. പതിയെ പതിയെ അതെന്തുവാ ബെറ്റർ സോഫ്റ്റ്വെയർ ഇൻട്രൊഡക്ഷൻ ചെയ്യുകയും കമ്പ്യൂട്ടറിൽ എന്തുവാ ഡേറ്റാബേസ് മാനേജ് ചെയ്യും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുകയൊക്കെ ചെയ്തു. Advances in communication technology further improved the versatility and reach of computers, and many government departments started using ICT for a number of applications like tracking movement of paper and files, monitoring of development programs, processing of employees, payrolls, generation of report, etc. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് മിക്ക എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ വഴിയായി മാറി. However, the main thrust of e-governance was provided by the launching of NIC-NET in 1987, the National Satellite-Based Computer Network. Very important point ആണ് അതെന്താ? The main thrust of e-governance. E-governance-ന്റെ main thrust എന്ന് വെച്ചാൽ was provided by the launching of NIC-NET in 1987. 1987 NIC-NET എന്ന് പറയുന്നത് e-governance എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് നാഷണൽ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇതെന്താ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. This was followed by the launch of District Information System of the National Informatics Center, DIXNIC, program to computerize all the district offices in. അപ്പൊ എന്താ ഇതിന്റെ ഭാഗമായി ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അതും എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. All districts in the country for which free hardware and software was offered to the state government. NIC-NET was extended via the state capital to all district headquarters by 1990. 1990 ആയപ്പോൾ NIC-NET സ്റ്റേറ്റ് ക്യാപിറ്റൽസ് നിന്ന് എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. In the ensuing year, with ongoing computerization, telecom connectivity, and internet connectivity, came a large number of e-governance initiatives, both at the union and state level. A national task force on information technology and software development was constituted in May 1998. അപ്പം എന്താ 1998 ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്തിന് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്
ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് 1998 മെയ്യിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. While recognizing information technology as a frontier area of knowledge per se, it focused on utilizing it as an enabling tool for assimilating and processing all other spheres of knowledge. It recommended the launching of an Operation Knowledge aimed at universalizing computer literacy and spreading the use of computers and IT in education in the country. മൂലം IT എഡ്യൂക്കേഷനൊക്കെ കൺട്രിയിൽ വ്യാപകമായി വന്നു. In 1999, the Union Ministry of Information Technology was created. 1999 ആയപ്പോൾ the Union Ministry of Information Technology എന്തുവാ സ്ഥാപിക്കുകയുണ്ടായി. By 2000, a 12-point minimum agenda for e-governance was identified by Government of India for implementation in all the union government ministries or departments. The agenda undertaken included the following action point. ആ അജണ്ടയിലുള്ള ആക്ഷൻ പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. 1. Each ministry or department must provide PCs with the necessary software up to the section officer level. In addition, local area network must also be set up. ഓരോ മിനിസ്ട്രിയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെക്ഷൻ ഓഫീസർ ലെവലിലേക്ക് PCയും അതിനാവശ്യമായ സോഫ്റ്റ്വെയറും പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കും പ്രൊവൈഡ് കൊടുക്കണം. Second, it should be ensured that all staff who have access to and need to use computer for their office work are provided with adequate training. അതുമാത്രമല്ല ഇതിനകത്തുള്ള എല്ലാ സ്റ്റാഫിനും എന്തുവാ അവരുടെ ഓഫീസ് വർക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണം. To facilitate this, inter alia ministries or departments should set up their own or share others learning centers for decentralized training in computers as per the guideline issues by the Ministry of Information and Technology. Information and Technologyയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ഇതൊക്കെ നടപ്പാക്കാൻ. മൂന്നാമത്തത്, each ministry or department should start using the office procedure automation software developed by NIC with a view to keeping a record of receipt of post, issue of letters as well as movement of files in the department. ഓരോ മിനിസ്ട്രി എന്താ ഓഫീസ് പ്രൊസീജിയർ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ NIC ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവഴി പോസ്റ്റ്, ഇഷ്യൂസ് ഓഫ് ലെറ്റേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. 4 പറയുന്നത് payroll accounting and other housekeeping software should be put to use in day-to-day operation. The housekeeping software all payroll accounting ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡേ ടു ഡേ യൂസ് ചെയ്യണം. Notices for internal meeting should be sent by email. ഇന്റേണൽ മീറ്റിങ്ങിലുള്ള നോട്ടീസ് ഇമെയിൽ വഴി സെൻഡ് ചെയ്യണം. സിമിലർലി submission of application for leave and for going on tour should also be done electronically. അതുപോലെ തന്നെ ലീവിനുള്ള ആപ്ലിക്കേഷനും ടൂർ പോകാനുള്ള അതൊക്കെ ഇലക്ട്രോണിക്കലായിട്ട് വേണം ചെയ്യേണ്ടത്. മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ആൾസോ സെറ്റ് അപ്പ് ഓൺലൈൻ നോട്ടീസ് ബോർഡ് ടു ഡിസ്പ്ലേ ഓർഡേഴ്സ്, സർക്കുലർ എക്സെട്ര ആസ് വെൻ മെൻഷൻ. അത് മാത്രമല്ല മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഓൺലൈൻ നോട്ടീസ് ബോർഡ് ഓർഡറും സർക്കുലറും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ഓൺലൈൻ നോട്ടീസ് ബോർഡും പ്രൊവൈഡ് ചെയ്യണം. അടുത്തത് 6. Ministries or departments should use the web-enabled grievances redressal software developed by the Department of Administrative Reforms and Public Grievances. Okay. Each ministry or department should have its own website. ഓരോ മിനിസ്ട്രിക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റും അവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് വേണം. പിന്നെ 7 പറയുന്നത് 8 പറയുന്നത് all acts, rules, circular must be converted into electronic form
along with other published material of interest or relevance to the public should be made available on the internet and be accessible from the information and facilitation counter. One stop shop under national e-governance plan. എല്ലാ ആക്റ്റും റൂൾസും സർക്കുലറും എന്തുവാ ഇലക്ട്രോണിക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെന്താ പബ്ലിക്കിൻ്റെ റിലവൻസും അതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ കറക്റ്റ് ആക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി 9 എന്താ ദ വെബ്സൈറ്റ് ഓഫ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഓർഗനൈസേഷൻ ഷുഡ് specifically contain a section in which various forms to be used by the citizens or customers are made available. The form should be available for being printed or for being completed on the computer itself and then printed out for submission. Attempt should also be made unable to completion and submission of form online. അപ്പോൾ ഈ ഓൺലൈൻ വഴി ഫോം പൂരിപ്പിക്കുന്നതും അതിൻ്റെ സബ്മിഷനും ഒക്കെയാണ് പ്രിൻ്റ് എടുക്കുന്ന കാര്യമാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ പോയിന്റ് പറയുന്നത് ദ ഹിന്ദി വേർഷൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ ബി ഡെവലപ്ഡ് സൈമൾട്ടേനിയസ്ലി. ഇപ്പം ഇംഗ്ലീഷ് വേർഷൻ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാ കമ്പ്യൂട്ടർ. അത് മാത്രമല്ല സൈമൾട്ടേനിയസ്ലി ആയിട്ട് പോസിബിൾ ആകുമ്പോൾ എന്താ ഹിന്ദി വേർഷനും കൊണ്ടുവരാനാണ് പറയുന്നത്. ഈച്ച് മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ് വുഡ് ആൾസോ മേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് പാക്കേജസ് സോ ആസ് ടു ബിഗിൻ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് ടു പീപ്പിൾ. ഇലക്ട്രോണിക് ഡെലിവറി ഒക്കെ കൊടുക്കണം. പിന്നെ പറയുന്നത് ഈച്ച് മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഹാവ് ആൻ overall IT vision or strategy for a 5-year period within which it could dovetail specific action plans and targets, including the minimum agenda to be implemented within 1 year. ഒരു വർഷത്തിനുള്ളിൽ വേണം. മാക്സിമം 5-year സ്ട്രാറ്റജി എടുക്കാം, പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യാൻ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് ICT. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണുന്നവരെ താങ്ക്സ്.